ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും. പരീക്ഷകളിൽ സമുന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ മാറ്റമുണ്ടാവും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. വളരെ കാലമായി നീട്ടിക്കൊണ്ടുപോയിരുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിൽ അമിത ലാഭം കിട്ടും. ധനപരമായി ഉണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും. പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ അസൂയാവഹമായ വിജയമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും. യാത്രാഭംഗം ഉണ്ടാവും. ഷെയർ മാർക്കറ്റ് രംഗം ഗുണകരമായിരിക്കില്ല. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഭൂമി ക്രയവിക്രയത്തിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടുകയില്ല. ബിസിനസ്സുകാർ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ കലഹവും വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗവും കാണുന്നു. സന്താനങ്ങൾ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ, മകീര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. വിദ്യാർത്ഥികൾക്ക് ഉപരിവിദ്യാഭ്യാസത്തിന് വിദേശയാത്ര സൗകര്യം ലഭിക്കും. കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരിയായ ഉപദേശങ്ങൾ ലഭിക്കുക മൂലം കുഴപ്പങ്ങൾ ഒഴിവാകും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെടും. നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും. എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം പ്രതീക്ഷിക്കാം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. ഊഹക്കച്ചവടത്തിലും നഷ്ടം വരുവാൻ സാധ്യത. ട്രാവൽ ടൂറിസം മേഖലയിൽ അമിത ലാഭം കിട്ടുകയില്ല. കാർഷിക രംഗം ശുഭകരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ഉണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും ലോണുകളും അനുവദിച്ചു കിട്ടും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദ അവസാന പാദം, പൂയം, ആയില്യം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും. ഏറ്റെടുത്ത പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാവും. ബിസിനസ്സുകാർ പുത്തനാശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കും. പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നേട്ടമുണ്ടാവും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യം ഉണ്ടാവും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും. എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവമുണ്ടാവും. കാർഷിക രംഗം ശുഭകരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ഉണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ യോഗം കാണുന്നു. അവിവാഹിതർക്ക് വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശമുണ്ടാവും.
ഭാര്യാപുത്രാദികളോട് കലഹമുണ്ടാകുവാനും സാധ്യത. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായി ചില പ്രശ്നങ്ങളുണ്ടാകുവാനും സാധ്യത കാണുന്നു. ബിസിനസ്സുകാർ പുത്തൻ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കും. പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മൂലം അപവാദവും അഴിമതി ആരോപണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം വർദ്ധിക്കും. ഏറ്റെടുത്ത കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. കടബാധ്യതകൾ തീർന്നു കിട്ടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ ധനമാർഗങ്ങൾ തുറന്നു കിട്ടും. ഭാഗ്യക്കുറി, ചിട്ടി എന്നിവ ലഭിക്കുവാൻ യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഭേദപ്പെട്ട സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങളുണ്ടാവും. പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ വരുമാനം ലഭിക്കും. ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും. രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. തുലാക്കൂർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ. മനക്ലേശം പലതും അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടുകയില്ല. ഉപരിപഠനത്തിന് തടസ്സങ്ങളുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് കാര്യതടസ്സം, മനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും. കാർഷിക മേഖലയിൽ വിളകൾക്ക് നാശം സംഭവിക്കുവാൻ സാധ്യത കാണുന്നു. ബിസിനസ് വിപുലീകരണത്തിനായി ധനം ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടക്കുറവുണ്ടാവും. കർമ്മരംഗം പുഷ്ടികരമായിരിക്കില്ല. യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്കാവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂർ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ദാമ്പത്യ സൗഖ്യമുണ്ടാവും. പുണ്യ സ്ഥല സന്ദർശനം നടത്തുവാനും യോഗം കാണുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. ഉപരിപഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയത്തിന് പ്രവേശനം ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് കാതലായ മാറ്റവും ഉയർച്ചയും ഉണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ലാഭം കിട്ടും. വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധി ഉണ്ടാവും. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. പരീക്ഷകളിൽ വൻ വിജയമുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഗൃഹാരംഭ പ്രവർത്തനം നടത്തും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാന ലാഭം കിട്ടും. കലാകായിക രംഗത്തുള്ളവർക്ക് ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാവും. സ്വദേശം വിട്ടുള്ള യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മകരക്കൂർ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. കർമ്മരംഗത്ത് മാറ്റമുണ്ടാവും. ബിസിനസ് രംഗം മന്ദഗതിയിലാവും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. സന്താനം മൂലം ഗുണഫലമുണ്ടാവും. വീട് മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. പുതിയ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തും. ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഉപരിപഠനത്തിന് അന്യദേശത്ത് പോകുവാൻ സാധ്യത കാണുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖല, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ വ്യവസായം എന്നീ മേഖലയിൽ നേട്ടമുണ്ടാവും. കാർഷിക മേഖലയിൽ ഗുണക്കുറവുണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്കും അഭീഷ്ടസിദ്ധി ഉണ്ടാവും. സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യത്തിനും യോഗം കാണുന്നു. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ്, ഔട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതിമുക്കാൽ. സാമ്പത്തിക പരാധീനതകൾ മാറിക്കിട്ടും. ബിസിനസ്സുകാർ വിപുലീകരണം നടത്താതെ മുന്നോട്ട് പോവുക. സാമ്പത്തിക മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. കാർഷിക മേഖലയിൽ ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം. വസ്തു വാങ്ങുന്നതിനും പുതിയ ഗൃഹപ്രവേശനം നടത്തുന്നതിനും യോഗം കാണുന്നു. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ വ്യവസായം എന്നിവ പുഷ്ടികരമായിരിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. കർമ്മരംഗത്ത് നേട്ടം കുറയും. സഹപ്രവർത്തകരിൽ നിന്നും പ്രതികൂലാവസ്ഥയുണ്ടാവും. സാമ്പത്തിക ക്ലേശം, മനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും. പണം കടം കൊടുക്കരുത്. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടണമെന്നില്ല. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റില്ല. ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. കാർഷിക രംഗത്ത് നേട്ടം കുറയും. കലാകായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രതികൂലാവസ്ഥകൾ പലതും തരണം ചെയ്യേണ്ടി വരും. കരാർ ജോലി ഏറ്റെടുത്തവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.